ഇനി നേരെ നമ്മൾ മണലൂരേക്കാണ് പോകുന്നത്. വികസന പ്രശ്നങ്ങളും രാഷ്ട്രീയവും ചർച്ചയായ മണലൂരിൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതായി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലത്തിൽ BJPക്ക് വ്യക്തമായ ലീഡ് ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും അനീഷ് കുമാർ പ്രതികരിച്ചു. സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി. തൃശ്ശൂർ ജില്ലയിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മണലൂർ. കാർഷിക മേഖലയുണ്ട്, കടലോര മേഖലയുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു മണ്ഡലം. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചു പോയൊരു മണ്ഡലം. അതേപോലെ തന്നെ ഇടത് വലത് മുന്നണികൾക്കൊപ്പം ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ. ആ മണലൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് KK അനീഷ് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. ഒപ്പം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കരങ്ങളിൽ ഒന്നാണ് അനീഷ് കുമാറിൻ്റെത്. അനീഷ് കുമാർ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, മണലൂരിലെ ഒരു സാഹചര്യം, ഇനി പൊട്ടിക്കാനായിട്ട് മണിക്കൂറുകളേ ഉള്ളൂ. അപ്പം എന്താണ് മണലൂർ കരുതി വെച്ചിരിക്കുന്നത്? ജനങ്ങളെല്ലാം വോട്ട് ചെയ്ത് കഴിഞ്ഞു, വോട്ടൊക്കെ പെട്ടിയിലാണ്. ഇനി അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് വലിയ അവകാശത്വം ഉന്നയിക്കുന്നതിൽ വലിയ കാര്യമില്ല. എന്നാൽ ഞങ്ങളൊരു പ്രതീക്ഷ മണലൂരിൽ ഇത്തവണ BJPക്ക് അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. വിജയിക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും മണ്ഡലത്തിൽ BJP നടത്തിയിട്ടുണ്ട്. സംഘടനാ സംവിധാനം എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തകരെല്ലാം വളരെ സജീവമായിരുന്നു. എല്ലാ കോണുകളിൽ നിന്നും വലിയ തരത്തിലുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു അട്ടിമറി വിജയം മണലൂരിൽ അസാധ്യമല്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഈ മണലൂരിലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അനീഷ് കുമാർ വരുന്നതിന് മുമ്പ് ഒരു ഇടത് വലത് മുന്നണികളുടെ ഒരു മത്സരമായി മാത്രമാണ് അവിടെ കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തോടു കൂടി ആ ഒരു കാഴ്ചപ്പാട് മാറുന്നു. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം, കേന്ദ്രമന്ത്രിമാരടക്കം മണ്ഡലത്തിലെത്തി ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം, അത് വോട്ടായി മാറുമെന്നല്ലേ കരുതുന്നു? തീർച്ചയായിട്ടും BJPക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് മണലൂർ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,000-ലധികം വോട്ട് താമര ചിഹ്നത്തിൽ കിട്ടിയിട്ടുള്ള മണ്ഡലമാണ്. 8,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് താമര ചിഹ്നത്തിൽ 8,000-ൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് BJPക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലം എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത്തവണ മണലൂരിൽ ഞങ്ങൾ നടത്തിയത്. വോട്ട് വർദ്ധിപ്പിക്കുക, ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു അജണ്ടയേ ഉണ്ടായിരുന്നില്ല. ജയിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രവർത്തകരോട് നമ്മൾ ആഹ്വാനം ചെയ്തതും. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തണം എന്നുള്ളതാണ്. പ്രവർത്തകരെല്ലാം അത് ശിരസാവഹിച്ച് എല്ലാ ബൂത്തുകളിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തനം മികവ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നു എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി അടക്കം തൃശ്ശൂരിലെത്തിയപ്പോൾ നമ്മളെ അടക്കം ആ വാഹനത്തിൽ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിർത്തിക്കൊണ്ടൊരു യാത്ര, ആ വോട്ട് തേടൽ ഉണ്ടായത് തന്നെ ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടല്ലേ? തീർച്ചയായിട്ടും മണലൂർ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ കുത്തകയായിരുന്നില്ല മണ്ഡലം. അത് കോൺഗ്രസും CPM മാറി മാറി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ മണലൂർ മണ്ഡലം. അപ്പോൾ പ്രധാനമന്ത്രിക്ക് നൽകുന്നൊരു മെസ്സേജ് വളരെ വ്യക്തമാണ്. ഈ രണ്ട് മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ചിട്ടും കാര്യമായിട്ടൊരു വികസനവും മണലൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. BJPക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മണലൂരിൻ്റെ മുഖഛായ മാറും, മണലൂരിൻ്റെ തലവര മാറും എന്നുള്ളൊരു മെസ്സേജ് മണലൂരിലെ ജനങ്ങൾക്ക് നൽകാനാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം ഇവിടെ നൽകിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഒരു ചോദ്യം കൂടെ, അതായത് ഈ TN പ്രതാപൻ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയാണ്. ആ മത്സര രംഗത്തേക്ക് വന്നതിന് ശേഷം ഇല്ലാത്ത പല കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് BJPനെ അതിൽ പ്രതിക്കൂട്ടി നിർത്താനായിട്ടൊരു വ്യഗ്രത അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം കൊണ്ടാണോ BJPക്ക് നേരെ ഈ ഒരു കുതിരകയറ്റം ഉണ്ടായത്? അല്ല, ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പും മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിലവാരം കളഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് TN പ്രതാപൻ. തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും അതിൻ്റെ ഒരു ഔന്നിത്യം പുലർത്താറുണ്ട്. അതൊരു രാഷ്ട്രീയക്കാരുടെ ഒരു മര്യാദയുടെ ഭാഗമാണ്. പക്ഷേ സകല മര്യാദകളും അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന ഒരു നിലവാരമില്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ്റെ ഭാഗത്തുണ്ടായത്. ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട കാര്യവും ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് അയാൾ അധപ്പതിച്ചു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൊതുവേ കേരളത്തിൽ ഇത്തവണ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം സംസ്ഥാനത്തൊട്ടുക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മണലൂർ മണ്ഡലത്തിൽ ആ വികാരം പൂർണ്ണമായിട്ടും അത് BJPക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നിലവാരമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് മണലൂരിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം മണലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് പോകില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് UDFൻ്റെ സ്ഥാനാർത്ഥി ഒരു ഘടകമായിട്ടുണ്ട്.
എന്തായാലും വോട്ടെണ്ണാനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ NDA സ്ഥാനാർത്ഥിക്കുണ്ട്. അതേപോലെ തന്നെ മണലൂര് മാറും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അതിന് കാരണമായിട്ട് അദ്ദേഹം നിരത്തുന്ന വാദം കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുള്ള ഐതിഹാസിക വിജയത്തിൽ മണലൂരിൽ നിന്ന് കിട്ടിയ വോട്ടുകളുടെ എണ്ണമാണ്. അപ്പോൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനായിട്ട് ആർക്കും മടിയില്ല. അപ്പോൾ മാറാനായിട്ട് മണലൂര് ഒരുങ്ങുകയാണെന്ന് തന്നെയാണ് അനീഷ് കുമാർ വ്യക്തമാക്കുന്നത്. സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.